വെൽക്കം ബാക്ക് ടു ജിനോറ ക്ലോക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായിട്ടുള്ള സാംസങ് ഗാലക്സി A57 5G എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പറിനെ താഴെ കൊടുക്കാം. മാത്രമല്ല നമ്മുടെ പേജും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഡെയിലി വരുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാലോ, ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ല അടിപൊളി പ്രീമിയം ഫീൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന് പ്രധാന കാരണം ഈ ഒരു ഫോൺ ഭയങ്കര സ്ലിമ്മാണ്. 6.9 mm തിക്നെസ് മാത്രമേ ഈ ഒരു ഫോണിന് വന്നിട്ടുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് എന്നുള്ള ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ഗാലക്സി S26 അൾട്രയുടെ ആ ഒരു സെയിം ലുക്കാണ് വരുന്നത്. നല്ല ഹാൻഡി ആയിട്ട് തന്നെയാണ് ഫോൺ ഇരിക്കുന്നത്. 179 ഗ്രാംസിൻ്റെ വെയിറ്റ് മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. നമുക്ക് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ അലൂമിനിയം ഫ്രെയിംസ് ആണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത്. ബാക്കിൽ നമുക്ക് വിക്ടസ് പ്ലസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ്സിൽ നമുക്ക് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. IP68 റേറ്റിംഗ് ആണ് ഫോണിൽ വന്നിരിക്കുന്നത്. ഈ ഒരു കളറും അടിപൊളി പ്രീമിയം ആയിട്ടുണ്ട്. ഇതുകൂടാതെ ഏകദേശം 3 കളേഴ്സിൽ നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. പുതിയ S26 സീരീസിലൊക്കെ വന്നിരിക്കുന്ന പോലത്തെ ആ ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു ക്യാമറ ബമ്പാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. സോ ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഡിസൈൻ വേറെ ലെവലായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. 6.7 ഇഞ്ച് സൈസുള്ള ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 16 മില്യൺ കളേഴ്സിന് സപ്പോർട്ട് ഉള്ളൂ. 1.07 ബില്യൺസിൻ്റെ ഇല്ല, 16 മില്യൺസിൻ്റെ കളേഴ്സ് ഉള്ളൂ. അതായത് 8-bit ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പിന്നെ 1900 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത്. സോ ഇത്രയും മാത്രമേ സ്പെക്ക് പറയാനുള്ളൂ. അല്ലാതെ LTPO ഡിസ്പ്ലേ ആണെന്നൊന്നും പറയാനില്ല. പിന്നെ PWM സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് എവിടെയും മെൻഷൻ ചെയ്ത് കണ്ടില്ല. സോ വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും ഈ ഒരു ഡിസൈനിൽ ഈ ഒരു ഡിസ്പ്ലേ വരുമ്പോൾ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേയും സാംസങ്ങിൻ്റെ ആ ഒരു UI എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോൾ മൊത്തത്തിലൊരു കാണാൻ നല്ല രസമുണ്ട്. അതല്ലാതെ ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻ ഡിസ്പ്ലേക്ക് ഇല്ല. ഡിസ്പ്ലേ മോശമെന്നല്ല, നല്ല അടിപൊളി ഡിസ്പ്ലേനാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സാംസങ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലൊന്നും പറയാനില്ല. ലൈൻ വരുന്ന കേസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഡിസ്പ്ലേ കാണാനുള്ള ക്വാളിറ്റിയിലേക്ക് അടിപൊളി തന്നെയാണുള്ളത്. സോ ആ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. എന്നാലും ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻസ് വളരെ മിനിമം ആണ്. ഇനിയാണ് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് നോക്കുന്നത്. പെർഫോമൻസ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് എക്സിനോസിൻ്റെ ചിപ്സെറ്റ് ആണ്. അതും 1680 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് വന്നിട്ട്. കുറച്ച് കാലമായിട്ട് അവർ ഈ പറഞ്ഞ മാതിരി സീരീസിൽ ഈ ഒരു ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ എക്സിനോസിൻ്റെ 1360 ആയിരിക്കും, അല്ലെങ്കിൽ എക്സിനോസിൻ്റെ 1460 ആയിരിക്കും, അല്ലെങ്കിൽ 1560 ആയിരിക്കും. ഇപ്പോൾ 1660 ആണ് കറൻ്റ് വന്നിരിക്കുന്നത്. 1660 അല്ല 1680. അതങ്ങനെ ചെറിയ വാല്യൂസ് അങ്ങോട്ട് മാറും. 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ GPU നോക്കുകയാണെങ്കിൽ എക്സ്ക്ലിപ്സ് 550 എന്ന് പറഞ്ഞിട്ടുള്ളൊരു GPU ആണ് വന്നിരിക്കുന്നത്. പിന്നെ UFS ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. സോ പെർഫോമൻസ് ആയിട്ട് നോക്കുമ്പോഴും വളരെ പുറകിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ BGMI ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചു നോക്കിയ സമയത്ത് അതിലാകെ എക്സ്ട്രീം എന്ന് പറയുന്ന ഫ്രെയിം റേറ്റിൻ്റെ സപ്പോർട്ടുള്ളത്. ഐ തിങ്ക് അത് 60 FPS ഫ്രെയിം റേറ്റ് ആണെന്ന് തോന്നുന്നു. അത് ആ ഒരു സപ്പോർട്ട് മാത്രമേ എപ്പോഴും വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആ ഒരു ചിപ്സെറ്റിൻ്റെ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കാമല്ലോ. സോ പെർഫോമൻസ് ആയിരുന്നും വളരെ പുറകിലാണ്. നിങ്ങൾ ഫോൺ വാങ്ങിച്ച് 1-2 കൊല്ലത്തിലേക്കൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. UI ഭയങ്കര സ്മൂത്താണ്, അതൊന്നും പറയാനില്ല. UI ഭയങ്കര സ്മൂത്താണ്. പക്ഷേ ഓരോ സോഫ്റ്റ്വെയറിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ഹെവി സോഫ്റ്റ്വെയർ ആണെങ്കിൽ അവിടെ ചെറിയൊരു ഹാങ് ഒരു 1-2 കൊല്ലങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡിലാണ്. ബാറ്ററി സൈഡിൽ നമുക്ക് 5000 mAh ബാറ്ററി വന്നിട്ടുള്ളൂ. അതും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ ഉള്ളൂ. ആ ചാർജർ നമുക്ക് ബോക്സിൽ നമുക്ക് വേണമെങ്കിൽ ചാർജർ അഡീഷണലി വാങ്ങിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലോ പവർ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യേണ്ടി വരും. ഇതാണ് ബാറ്ററി കപ്പാസിറ്റി. ബാറ്ററി കപ്പാസിറ്റി 5000 mAh കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് 7000 mAh ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ബാറ്ററി കപ്പാസിറ്റി വളരെ കുറവാണ്. ക്യാമറ സിസ്റ്റത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് ഒരു 3 ക്യാമറ സെറ്റപ്പാണ്. ഫസ്റ്റ് നമുക്ക് 50 MP ഒരു മെയിൻ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു 12 MP അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു 5 MP ഒരു മാക്രോ ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 12 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇതിൽ വീഡിയോഗ്രാഫി ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ HD 60 FPS നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബെസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫേസ് വരുന്ന ഫോട്ടോ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് നമുക്ക് സജസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ക്യാമറ സെറ്റപ്പിനെ പറ്റി പറയുന്നത്. അതിന് കൂടുതൽ സാമ്പിൾസ് നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കും. എന്നാലും എനിക്ക് ക്യാമറയെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഏവറേജ് ആയിട്ടുള്ളൊരു ക്യാമറ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. 5 MP മാക്രോ ലെൻസൊക്കെ ഒരു ഉപകാരമില്ലാത്ത സാധനമാണ്. ആരെങ്കിലും ഇതൊക്കെ വെച്ച് ഫോട്ടോ എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വളരെ റെയറായിട്ട് മാത്രമേ യൂസ് ചെയ്തിരുന്നുള്ളൂ ഇതേപോലത്തെ ഒരു ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത്, ഗാലക്സി A73 എന്ന് പറഞ്ഞ ഫോൺ. പിന്നെ വേറെ കാര്യം, ആ ഒരു A73 എന്ന് പറഞ്ഞ ഫോണിൽ നിന്ന് ഈ ഒരു ഫോൺ, അതായത് A57 എത്തിയിട്ടും ക്യാമറ മൊഡ്യൂളിൽ കാര്യമായിട്ടുള്ള ഒരു മെഗാപിക്സലിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം A73 എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ കാലത്തെ ഫോണിൽ നമുക്ക് 108 MP ഒരു ലെൻസ് അന്ന് അവർ കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 50 MP ലെൻസ് ആക്കിയിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ 12 മെഗാപിക്സൽ 5 മെഗാപിക്സൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ക്യാമറയിൽ കുറച്ചുകൂടി നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാമെന്ന് എനിക്ക് തോന്നി. വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിലൊക്കെ തന്നെ ആ ഒരു സെയിം 4K 30 fps ആയിട്ടാണ് ഇപ്പോഴും ഇതിൻ്റെ ഒരു പ്രൈസിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രൈസ് ഞാൻ ഇനി സംസാരിക്കുക, അപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ എന്തായാലും ഈ ഒരു ക്യാമറ സിസ്റ്റം കൊടുത്താൽ പോരാ, കുറച്ചുകൂടി നല്ല ക്യാമറ സിസ്റ്റം കൊടുക്കേണ്ടതായിരുന്നു. ഇനി നമുക്ക് ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഒന്ന് കണ്ടുനോക്കാം. ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമ്മുടെ A57 5Gയിൽ ഫ്രണ്ടിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. നമുക്കറിയാം സാംസങ്ങിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു നാച്ചുറൽ ടോൺസിലൊക്കെ വരുന്നൊരു വീഡിയോ ആണ്. നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് HD 30 fps 4Kയിൽ 30 fps സപ്പോർട്ടുള്ളൂ. 60 fps സപ്പോർട്ട് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വരുന്നില്ല. സോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറയിൽ കിട്ടുന്നുണ്ട്. സോ സാംസങ് A57 5G എന്ന് പറയുന്ന ഫോണിൻ്റെ റിയർ ക്യാമറ എടുക്കുന്ന വീഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് HD 60 fps നമുക്ക് 4K 30 fps വരെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നാച്ചുറൽ ടോണിൽ വരുന്നൊരു വീഡിയോ ആണ്. പക്ഷേ കുറച്ച് ഷാർപ്നെസ് കൂടിയ പോലത്തെ ഒരു ഫീലാണ് വരുന്നത്. പ്രത്യേകിച്ച് 60 fps ഇടുന്ന സമയത്ത് നമ്മൾ 4K 30 fps ഇടുമ്പോൾ കുറച്ചുകൂടി സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി വരുന്നത്. ഈ ഒരു ബോക്സ് നോക്കി കഴിഞ്ഞാൽ വളരെ സ്ലിം ആയിട്ടുള്ളൊരു ബോക്സാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു ഫോണിൽ ഇതിൻ്റെ കേസോ അല്ലെങ്കിൽ ചാർജറോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ പരിപാടികൾ മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് ഇത്രയും സ്ലിം ആയത്. നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതുപോലെ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ ബാക്കിൽ നമുക്കൊരു സിം ഇജക്റ്റിംഗ് പിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബോക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേർപ്പേഴ്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട്. ഭാഗ്യത്തിന് അതെങ്കിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ OS വന്നിരിക്കുന്നത് One UI 8.5 എന്ന് പറഞ്ഞിട്ടുള്ള സാംസങ്ങിൻ്റെ UI ആണ്. അത് കാണാൻ വളരെ ഭംഗിയാണ്, യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. അതിലൊന്നും എനിക്കൊരു പരാതിയില്ല. OS ഭയങ്കര സ്മൂത്താണ് നമുക്ക് യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ 6 തവണ വരാൻ പോകുന്ന മെയിൻ അപ്ഡേറ്റ്സ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. ഇപ്പോൾ 8.6 ആണെങ്കിൽ അങ്ങനെ കൂടി വരുമ്പോൾ അതൊക്കെ നമുക്ക് കിട്ടും. അത് 6 തവണ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 6 ഇയേഴ്സിലേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറയുന്നത് സാംസങ്. അതും നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ സാംസങ്ങിൻ്റെതായിട്ടുള്ള AI പരിപാടികളുടെ ഒരു ചെറിയ രൂപം ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ രൂപമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മുടെ S സീരീസിലൊക്കെ AI വർക്ക് ചെയ്യുന്നത് വളരെ അടിപൊളിയായിട്ടാണ്. എന്നാൽ ഈ ഒരു ഫോണിൽ ഒരു മിനിമലായിട്ടാണ് നമുക്ക് ഈ ഒബ്ജക്റ്റ് റിമൂവലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ AI റീമാസ്റ്റർ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ സൂപ്പറായിട്ടുണ്ട്. എന്നാലും മറ്റേ AI അത്രയും എഫിഷ്യൻ്റ് അല്ല ഈ ഒരു AI എന്നാണ് എനിക്ക് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡുവൽ സിമാണ് വരുന്നത്. ഈ സിം സപ്പോർട്ട് വരുന്നുണ്ട്. USB 2.0 സപ്പോർട്ട് മാത്രമേ വരുന്നുള്ളൂ. NFC സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 6.0 സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. വേറെ ലെവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. സോ നമ്മുടെ വീഡിയോ പ്ലേ ബാക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു 5000 mAh ബാറ്ററി വെച്ചിട്ട് ഏകദേശം ഒരു 21 hours നമുക്ക് വീഡിയോ പ്ലേ ബാക്ക് നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 10x സൂമിൻ്റെ സപ്പോർട്ടേ വരുന്നുള്ളൂ, അതിൻ്റെ മേലേക്ക് വരുന്നില്ല. സോ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ഇനിയാണ് ഇതിൻ്റെ റിയൽ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് എത്രയെന്ന് അറിയുമോ? ഏകദേശം 56,000 രൂപ മുതൽ 65,000 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. സോ ഇത് കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറക്കിയിട്ടുള്ളൊരു ഫോണാണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് കൂടിയ ഫോണുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. OnePlusൻ്റെ 13, വിവോൻ്റെ X സീരീസ്, X200, X200T അല്ലെങ്കിൽ X200 FE അല്ലെങ്കിൽ വിവോ V70 Lite, മോട്ടോറോള സിഗ്നേച്ചർ, അതൊക്കെ ചിലപ്പോൾ അതിൻ്റെ ലോ ബേസ് വേരിയൻറ്റ് കിട്ടും. അതുപോലെ തന്നെ OnePlus 13s, IQ 15R, Pixel 10, iPhone 15, Reno 15C, Reno 15 Pro Mini, Realme GT7 Pro തുടങ്ങിയിട്ടുള്ള ഫോണുകളൊക്കെ നമുക്ക് ഓൺലൈനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്പെക്കിൽ കിട്ടുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഒരു കടയിൽ പോയിട്ട് സാംസങ് എന്ന് പറയുന്ന ഫോൺ തന്നെ മതി, സാംസങ്ങിൻ്റെ ആ ഒരു ഓഫ്ലൈൻ പർച്ചേസിൻ്റെ ആ ഒരു ഫീൽ നിങ്ങൾക്ക് വേണം എന്നൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പൈസ ഒരു വിഷയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഫോൺ പോയിട്ട് ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കാം. അല്ലാത്ത പക്ഷം ഈ ഒരു ഫോൺ ഒരു ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഫോൺ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അതിൻ്റെ പ്രൈസിങ് ഏകദേശം വരുന്നത് 56,000 മുതൽ 65,000 രൂപയുടെ ഇടയിലാണ്. ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും 56,000-ൻ്റെ പ്രൈസ് റേഞ്ചിലാണ്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൾട്ടർനേറ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനി കുറേ ഫോണുകളുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയത് നത്തിങ്ങിൻ്റെ 4A Pro ഒക്കെ നമുക്ക് ആ പ്രൈസ് റേഞ്ചിനൊക്കെ താഴെ വരുന്ന ഫോണുകളാണ്. അതിന് പോലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ടെലിഫോട്ടോ ലെൻസോ കാര്യങ്ങളൊന്നുമില്ല, വെറും 50 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ സെൻസറും അതിൽ ക്രോപ്പഡ് ആയിട്ടാണ് നമുക്ക് പല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത്. പോർട്രേറ്റ് മോഡിൽ 2x സൂമിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്, ബട്ട് അത് വെറും ക്രോപ്പഡ് സെൻസർ മാത്രമാണ്. സോ എന്തായാലും ഈ ഒരു ഫോൺ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൈസിൽ ഒരു ഓഫറിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. എന്തായാലും ഫോൺ
ഉപയോഗിക്കാനൊക്കെ അടിപൊളി തന്നെയാണ്. ആ ഒരു പ്രീമിയം ഫീലൊക്കെ അടിപൊളിയാണ്. സ്ലിം എന്നൊക്കെ നോക്കുമ്പോൾ 6.9 തിക്നെസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്ലിം ആയിട്ടുണ്ട്, നല്ല ഉപയോഗിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഈ വക ചില പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. സോ ഞാൻ പറയുകയാണെങ്കിൽ സാംസങ് കുറച്ചുകൂടി നല്ലൊരു സ്പെസിഫിക്കേഷനിൽ ഈ ഒരു ഫോൺ ഇറക്കുകയായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് മാർക്കറ്റ് പിടിക്കാമായിരുന്നു. കാരണം ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയുടെ ഫീലും മൊത്തത്തിലുള്ള ആ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ നോക്കുമ്പോൾ നല്ല കിടിലൻ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് വരുന്നത്. എന്തിനു പറയുന്നത്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മുടെ സാംസങ്ങിൻ്റെ തന്നെ S24 ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 45K കഴിഞ്ഞ ഓഫർ പ്രൈസിൽ, അതും സ്നാപ്ഡ്രാഗൺ വേർഷൻ S24 ഒക്കെ വന്നിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയണതിൻ്റെ കൂടുതൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ചിപ്സെറ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കണമായിരുന്നു, ക്യാമറ സെറ്റപ്പ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കിയിട്ട് ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുക്കണമായിരുന്നു, ക്യാമറ അൽഗുരിതം ആ ഒരു S സീരീസിൻ്റെ അൽഗുരിതമായിട്ട് മാച്ച് ചെയ്തിട്ട് കൊടുക്കണമായിരുന്നു, AI പരിപാടികൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള AI പരിപാടികൾ കൊടുക്കണമായിരുന്നു എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. സോ ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഈ ഫോൺ മേടിക്കാനായിട്ട് ഇതൊക്കെ ഒരു നെഗറ്റീവായിട്ട് കണക്കാക്കണമെന്നുള്ളത് അത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഒരു നല്ല സാംസങ്ങിൻ്റെ UI എക്സ്പീരിയൻസ് വേണം, ഒരു നല്ല ബിൽഡ് ക്വാളിറ്റി വേണം, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറ ക്വാളിറ്റി വേണം, നിങ്ങൾക്ക് ഓഫ്ലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ളൊരു ഫോണാണിത്. അതർവൈസ് വേറെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. കുറച്ചുകൂടി നല്ല ചിപ്സെറ്റും കുറച്ചുകൂടി നല്ല ക്യാമറ സെറ്റപ്പൊക്കെ ഉള്ള ഓപ്ഷൻസ് വേറെ അവൈലബിൾ ആണ്. ബട്ട് നിങ്ങളൊരു ഡൈഹാർഡ് സാംസങ് ഫാനാണെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ളൊരു ഫോണാണിത്. സോ നിങ്ങളെന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഇരിക്കുന്നു. ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഒക്കെ സാംസങ് എപ്പോഴും ഒരു മിനിമം ക്വാളിറ്റി പിടിക്കാറുണ്ട്. ആ ഒരു ക്വാളിറ്റി എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തു, അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു സ്പെസിഫിക്കേഷൻസ് കൊണ്ടുവരാമായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ അത്രയുള്ള ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ഫോണുകൾക്കും വേണ്ടിയിട്ടും ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. എല്ലാ ബ്രാൻഡുകളിലെയും എല്ലാ ഫോണുകളും അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ഫോൺ ഇഷ്ടപ്പെട്ടില്ല, വേറെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരും. എനിക്കറിയാവുന്ന ടീമാണ്. സോ ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാമായിരിക്കും. ബൈ.